കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നാം ലോക്സഭയിൽ കണ്ടത്. SIR-നെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു ലോക്സഭയിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നടന്നത്. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ചെയ്തത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 102 ഡിഗ്രി പനിയുള്ള സമയത്താണ് അമിത്ഷാ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി പ്രസംഗം നടത്തിയത്. ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഡോക്ടർമാർ അമിത്ഷായ്ക്ക് മരുന്ന് നൽകി അല്പം പനി കുറപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് വന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് മരുന്ന് കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 102 ഡിഗ്രി പനി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയായാലും പ്രധാനമന്ത്രി പോലും അമിത്ഷായുടെ പ്രകടനത്തെ പ്രശംസിച്ച് തന്റെ ട്വിറ്ററിൽ അദ്ദേഹം പോസ്റ്റ് ഇടുകയുണ്ടായി. അമിത്ഷാ പറഞ്ഞത്, ഒരു കാരണവശാലും SIR-നെ സംബന്ധിച്ച് മറുപടി പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം SIR പൂർണ്ണമായും നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടത് കമ്മീഷൻ ആയതുകൊണ്ട് പാർലമെന്റിൽ തങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷെ എന്നാൽ തങ്ങൾ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്ന ആരോപണം ഉന്നയിക്കാതിരിക്കാനാണ് ഓരോ കാര്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയുന്നത് എന്ന് അമിത്ഷാ പറഞ്ഞു. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ആരാണ് വോട്ട് ചോരി നടത്തിയത്. ആദ്യമായി വോട്ട് ചോരി നടത്തിയത് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലൂടെയായിരുന്നു. പക്ഷെ ഭൂരിഭാഗം AICC അംഗങ്ങളും, അതായത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എല്ലാവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ വേണ്ടി വോട്ട് ചെയ്ത സമയത്ത് 2 വോട്ട് മാത്രം കിട്ടിയ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ വോട്ട് ചോരി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ പ്രചരണത്തിന് ഔദ്യോഗികമായ സംവിധാനങ്ങൾ ദുരുപയോഗിച്ചു എന്ന് ആരോപിച്ചാണ് 1975-ൽ അലഹബാദ് ഹൈക്കോടതിയിൽ റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് വിധിക്കെതിരെ രാജ്നാരായണൻ കോടതിയെ സമീപിച്ചത്. ആ സമയത്തും വോട്ട് ചോരി നടത്തിയതായിരുന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു. പക്ഷെ അതിനെ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവരികയും അടിയന്തരാവസ്ഥ നടപ്പിലാക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ വോട്ട് ചോരി നടത്തിയത് സോണിയാഗാന്ധിയാണ്. കാരണം ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യയുടെ പൗരത്വം നേടുന്നത് 1983-ലാണ്. അങ്ങനെ 1983 വരെ ഇറ്റാലിയൻ പൗരയായ സോണിയാഗാന്ധി, ഇന്ത്യൻ പൗരയല്ലാത്ത സോണിയാഗാന്ധി എങ്ങനെയാണ് 1980-ലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത്? ഈ കാര്യത്തിൽ ഇപ്പോഴും കേസ് നടക്കുകയാണ് എന്ന കാര്യമാണ് അമിത്ഷാ എടുത്തു പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസിന്റെ ഓരോ വാദങ്ങളെയും അദ്ദേഹം പൂർണ്ണമായിട്ടും നിരാകരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തള്ളിക്കളയുകയായിരുന്നു അമിത്ഷാ തന്റെ പ്രസംഗത്തിലൂടെ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ച ബീഹാറിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. എല്ലാ ക്യാമ്പയിനുകളും നടത്തി, പക്ഷെ ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു. കോൺഗ്രസിന്റെ ഓരോ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നിങ്ങൾ എന്നൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു അന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലതാണ്, വോട്ടർ ലിസ്റ്റ് നല്ലതാണ്, അതിൽ യാതൊരു അപാകതയില്ല എന്ന് നിങ്ങൾ പരാജയപ്പെടുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോശക്കാരാണ്. അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരണം എന്ന നിയമം കൊണ്ടുവന്നത് ആരായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ പിതാവായ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു അത് കൊണ്ടുവന്നിരുന്നത്. പിന്നീട് 2004-ലാണ് പൂർണ്ണമായ നിലയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. അതുവരെ ചില തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് മണ്ഡലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു നടത്തിയിരുന്നത്, വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്നത്. പൂർണ്ണമായും വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് 2004-ലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യമായിട്ട്. അന്ന് കോൺഗ്രസ് ആണ് ജയിച്ചത്, അന്ന് കോൺഗ്രസ് അധികാരത്തിലേറി. 2009-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറി. അപ്പൊ അന്നൊന്നും നിങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. 2014-ൽ BJP അധികാരത്തിൽ വന്നതോടുകൂടി നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായി. ഇപ്പം നിങ്ങൾ പറയുന്നു ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ പറയുന്നു എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി മറ്റൊരു കേന്ദ്രമന്ത്രിയെ വെച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ വെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് വെച്ചത്. ഒന്നാമത്തെയും രണ്ടാമത്തെ ഇലക്ഷനുകൾ നടത്തിയത് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അങ്ങനെയുള്ള ഓരോ ഇലക്ഷൻ കമ്മീഷണർമാരെയും വെച്ചത് അതാത് കേന്ദ്ര ക്യാബിനറ്റുകളാണ് വെച്ചത്. അത് അദ്ദേഹം അമിത്ഷാ എടുത്തു പറഞ്ഞു. പിന്നീട് ഒരാൾ കേസ് കൊടുത്ത സമയത്താണ് 2023-ൽ കോടതി ഇത് സംബന്ധിച്ചൊരു താൽക്കാലികമായ ഒരു ഇടക്കാല വിധി പ്രഖ്യാപിക്കുന്നത്. കാരണം കോടതി അടുത്ത നിയമം ഉണ്ടാകുന്നവരെ, കാരണം ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം 324-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിയാണ്
ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കേണ്ടത് അത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ 3 അംഗ കമ്മിറ്റിയെ സുപ്രീം കോടതി വെക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെ. അതൊരു സ്ഥിരം കമ്മിറ്റിയല്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. എപ്പോഴാണോ ഒരു പാർലമെന്റ് നിയമം കൊണ്ടുവരുന്നത് ഇത് സംബന്ധിച്ച് ആ നിയമം വരുന്നത് വരെ ഇത്തരത്തിലൊരു കമ്മിറ്റി ആയിരിക്കും ഉണ്ടാകുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പിന്നീട് BJP സർക്കാർ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന മറ്റൊരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന കമ്മിറ്റിയാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുക എന്നാണ്. അപ്പം ഇതുവരെ കേന്ദ്ര സർക്കാർ നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്ന ആളുകളാണ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നത് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ചുട്ട മറുപടിയാണ് അദ്ദേഹം ചെയ്തത്. എന്തുകൊണ്ടാണ് നിങ്ങൾ SIRനെ എതിർക്കുന്നത്? നിങ്ങൾക്ക് വിദേശി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പെടുത്തണം. അവരെ നിങ്ങൾ വോട്ടർ പട്ടികയിൽ പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്നതിനിടയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു 200 തവണ നിങ്ങൾ സഭ ബഹിഷ്കരിച്ചാൽ പോലും ഒറ്റ വിദേശിക്ക് പോലും വോട്ടർ പട്ടികയിൽ അവസരം നൽകില്ല എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. ഇതാണ് പ്രധാനമായിട്ടും അമിത്ഷാ പറഞ്ഞിരുന്നത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. SIR ഇന്നൊന്നും കൊണ്ടുവന്നതല്ല. ജവഹർലാൽ നെഹ്റു ഉള്ള സമയത്താണ് SIR നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ 8 തവണ SIR കൊണ്ടുവന്നിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നുള്ളതാണ് SIRന്റെ ഉദ്ദേശം. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ, അതായത് മരിച്ച ആളുകളെ ഒഴിവാക്കുക, അതേപോലെ തന്നെ ആളുകൾ താമസം മാറിയ ആളുകളെ ഒന്നിലധികം സ്ഥലത്ത് വോട്ടർമാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയാണ് SIR ചെയ്യുന്നത്. ആ SIR പലതവണ ഇന്ത്യയിൽ നടത്തുകയാണ്. 8 തവണ നടത്തിയാണ്. ആദ്യത്തെ SIR നടത്തിയത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ്. ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഗംഭീരമായ പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയത് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പ്രധാനമന്ത്രി വരെ അഭിനന്ദിച്ചു എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്.